ഗായ്സ്, അപ്പോൾ നമ്മൾ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ആ റിലീസ് ഡേ കാണാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ജേണർ സിനിമയാണ്. അതായത് ഭയങ്കര ക്രിഞ്ചായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ക്രിഞ്ച്. പൈങ്കിളി എന്ന് പറയുമ്പോൾ തന്നെ ക്രിഞ്ചാണ്. അപ്പോൾ ഈ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രിഞ്ച് ഫെസ്റ്റിവലായിട്ട് തന്നെ എടുത്തേക്കുന്ന ഒരു മൂവിയാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നേക്കണേ. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് കഥകളോ അല്ലെങ്കിൽ വലിയ ടോപ്പ് നോച്ച് പരിപാടികളൊന്നുമില്ല. എന്നാലും നമ്മുടെ അമ്പാൻ, അതായത് ആ ഒരു ചേട്ടൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ നല്ല രീതിയിൽ ആള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് പടത്തിൽ. ഒരുപാട് എന്താ പറയുക, നമുക്കധികം ചുമ്മാ ഒരു ഫൺ മൂഡിലിരുന്ന് കണ്ടുപോവാം എന്ന് പറ്റുന്നുള്ളൊരു സിനിമ മാത്രമാണ് പൈങ്കിളി. അതായത് ഇതിൽ എന്താ പറയുക, അനശ്വരയുടെ ഒക്കെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആൾക്ക് വലിയ പെർഫോമൻസ് ചെയ്യേണ്ട ഒരു മൂവി പോലും ഇല്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു ഗേൾസിനെ വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടിട്ടുണ്ടാവുന്ന അവരുടെ മാനസികാവസ്ഥ, ട്രോമ, അതൊക്കെ ഇതിൽ ശരിക്കും അനശ്വരയുടെ ക്യാരക്ടറിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് അനശ്വരയുടെ കൂട്ടുകാരിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനൊക്കെ നമുക്ക് നമ്മുടെ അനീതിമാരും കൂട്ടുകാരികളൊക്കെ കണ്ട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെപ്പോലെ ജീവിക്കാൻ, ആണുങ്ങളെപ്പോലെ നടക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരൊക്കെ തന്നെയാണ്. അതായത് പുറത്ത് പോകണം രാത്രി, അല്ലെങ്കിൽ എവിടെയാണ് ഇഷ്ടമുള്ളിടത്ത് പോകാൻ പറ്റണം. എന്തിന് സിനിമയ്ക്ക് പോകണമെങ്കിൽ ഇപ്പോൾ വീട്ടുകാരുടെ അനുവാദം ചോദിച്ചാൽ തന്നെ അവർ വേണ്ട, പോകണ്ട, അതൊന്നും കൊള്ളൂല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് പാരൻസാണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെ അടിച്ചു ഇരിക്കുമ്പോൾ ഇവർ എന്തായാലും ഒരു റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയാലാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ. എങ്ങനെയും പോകണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ആണുങ്ങളെ സ്നേഹിക്കുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ വീഡിയോ സെറ്റ്സോ അല്ലെങ്കിൽ ഫോൺ സെറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് അവർ ആ ഒരു വളഞ്ഞ് അവർക്കായിട്ട് എന്ത് പറഞ്ഞാലും അവർ ചെയ്തു കൊടുക്കുന്ന ഒരു ഇതിൽ നിന്ന് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവം. പിന്നെ ഇതിൽ റിയാസ് ഖാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അതായത് വെറുതെ ഒരു കോഴി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഞാൻ വിചാരിച്ചു ക്ലൈമാക്സിൽ വന്നു പോകുന്ന വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായൊന്നുമില്ല. ചുമ്മാ ഒരു യൂസ്ലെസ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. മാർക്കോല് നമ്മൾ എടുത്തു കളഞ്ഞ പോലെ തന്നെ ഇതിലും വലിയ റോളൊന്നും, അത്ര ലെജൻഡറി ആക്ടറായിട്ടും അത്ര നല്ലൊരു ആക്ടറായിട്ടും നല്ലൊരു റോളൊന്നും പുള്ളി കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും ഈ ഒരു സിനിമയിൽ അത്ര എൻഗേജിങ് എല്ലാവർക്കും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ഫൺ മൂഡിൽ ഇരുന്ന് കണ്ടുപോകാം. പിന്നെ ബേബി സോങ്സൊക്കെ അത്യാവശ്യം നല്ല കാണാനുള്ള തിയേറ്ററിൽ തന്നെ കാണാനുള്ളതുണ്ട്. നമുക്ക് ചുമ്മാ ഇരുന്ന് കണ്ടുപോവാം എന്നുള്ളൊരു മൂവി സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഈ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ഇതിൽ കുറേ ക്രിഞ്ചായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്, കുറേ നല്ല തമാശകളും ഉണ്ട്, അതേപോലെ തന്നെ ചളി തമാശകളും ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു കുറേ മറ്റേ ഫ്രണ്ട്ഷിപ്പും കുറച്ച് മറ്റേ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളും, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അതായത് ഇതിൽ പിന്നെ കുടുംബശ്രീ ചേച്ചിമാർ അറിഞ്ഞു കഴിഞ്ഞാൽ നാട് മൊത്തം പാട്ടാവും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതേപോലെ തന്നെ വീട്ടിൽ എത്രയൊക്കെ വന്നാൽ നമുക്ക് എത്രയൊക്കെ നല്ല ചെയ്താലും ഒരു നെഗറ്റീവ് മതി, നമുക്ക് വീട്ടും നാടും എല്ലാവരും നെഗറ്റീവായിട്ട് നിൽക്കാമെന്നുള്ളൊരു സംഭവം ശരിയായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ആൾക്ക് അപ്പോൾ നമുക്ക് ഭ്രാന്തില്ലെങ്കിലും നമ്മളെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഭ്രാന്തായിട്ട് കാണിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ആൾ ഒരു മെൻ്റൽ ഇതിലേക്ക് പോകുമ്പോൾ അത് കുടുംബശ്രീക്കാർ കാണുന്നു. അത് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇവൻ എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല, ഭ്രാന്തില്ല എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. അവസാനം ഇവന് ഭ്രാന്തായി പോണ രീതിയിൽ ഇവൻ്റെ മെൻറ്റാലിറ്റി ഭയങ്കരമായിട്ട് ബാഡാവും. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളവരും നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ കൂടെ നിൽക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ടാവും. അതായത് ആ ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് എന്തായാലും അറിയാം. നമ്മൾ എത്രയൊക്കെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ച് കൂട്ടുകാരുടെ അടുത്തും വീട്ടുകാരുടെ അടുത്തൊക്കെ നിന്നാലും ആ ഒരു സ്നേഹപ്രകടനം തിരിച്ചു കിട്ടാതെ, അല്ലെങ്കിൽ ആ ഒരു ഇവരെ വിശ്വസിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭ്രാന്തിനെ പറ്റി നല്ല രീതിയിൽ ആളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ഒരു പാലത്തിൽ വെച്ചുള്ള ഒരു കരച്ചിൽ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഫണ്ണിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അവിടോട്ടൊക്കെ ചെറിയ ഫണ്ണും ഉണ്ട്, അതേപോലെ തന്നെ ചളികളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഇരുന്ന് കണ്ട് ആസ്വദിച്ച് വരാമെന്നുള്ളൊരു മൂവി ഉണ്ട്. എന്തായാലും അത് നിങ്ങൾ ചൂസിങ് ആണ്. OTT വന്നാലും കാണാൻ പറ്റുന്ന ഒരു OTT എന്തായാലും വന്നു കഴിഞ്ഞാൽ കുറേ കട്ട് പീസുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു സിനിമ കൂടിയാണ് പൈങ്കിളി. അതായത് കുറേ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ വരാനുള്ള നല്ല റീൽ കണ്ടക്ട്സ് ഒക്കെ ഉള്ള സാധനങ്ങളുണ്ട്. എന്തായാലും പൈങ്കിളി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ളത് ഉണ്ട്. എന്നാലും അത്ര ഇതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് ട്രെയിലറും ടീസറൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, പിന്നെ ഈ റിവ്യൂ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്
നിങ്ങൾ നോക്കിയിട്ട് സിനിമ കാണാൻ പോവുക. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത്ര നേരം കണ്ടതിരുന്നതിന് എല്ലാവർക്കും നന്ദി.